പൂഞ്ഞാർ കേശവൻ അഥവാ ജോർജ് നമ്പൂതിരി. നല്ല കുടവയർ, പുറത്ത് വെടിക്കല, മുതുകിൽ രോമവും ചെവിയിൽ വിജൃംഭിച്ചു നിൽക്കുന്ന പൂട ഇത്യാദി ലക്ഷണങ്ങളൊക്കെ ജാതിവശാൽ ചരിത്രപരമായി നമ്പൂതിരി വർഗത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. നല്ല മുസൽമാനാണെങ്കിൽ നെറ്റിയിലെ നിസ്കാരത്തഴമ്പ് മതി. പക്ഷേ ശരീരശാസ്ത്രപരമായി ഇത്തരം ലക്ഷണങ്ങളൊന്നും സത്യക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്തായാലും പി സി ജോർജാണിന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒന്നാം തരം ക്രിസ്ത്യാനി. ആരുടെ അഭിപ്രായത്തിൽ? BJP-ക്കാരുടെ അഭിപ്രായത്തിൽ. കാരണം സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ അവരാണല്ലോ. KM മാണിക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ ശേഷം കേരള രാഷ്ട്രീയത്തിൽ തല പൊക്കിപ്പിടിക്കാൻ ക്രിസ്ത്യാനി ആര് എന്ന ചോദ്യത്തിന് PC ആണ് എന്നതാണ് ഒന്നൊന്നര ഉത്തരം. മാണിക്കൊപ്പവും ജോസഫിനൊപ്പവും മാറി മാറി തോളിൽ കയറ്റും വലതുപക്ഷത്തും ഇടതുപക്ഷത്തും മാറി മാറി മലക്കം പറഞ്ഞും കാഞ്ഞിരപ്പള്ളി റബ്ബർ പോലെ നല്ല ഇലാസ്റ്റിസിറ്റി പ്രകടിപ്പിച്ചിട്ടുള്ള ജോർജ് ഇരുപക്ഷത്തും കറിവേപ്പിലായപ്പോഴാണ് ഇനി സ്വന്തം ഐറ്റം മതിയെന്ന് പ്രഖ്യാപിച്ച് 2017 കേരള ജനപക്ഷം എന്ന പേരിൽ സ്വന്തം പാർട്ടി ഉൽപ്പാദിപ്പിച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുവരുമ്പോൾ ഇടാൻ പറ്റിയ പേര് തന്നെ ജനപക്ഷം. ജനപക്ഷ നയം പ്രഖ്യാപിച്ച ജോർജ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ സ്വന്തം പാർട്ടിയെ മോദിജിയുടെ മുന്നണിയിൽ കൊണ്ട് കെട്ടി. അങ്ങനെ ചുമ്മാ നിന്നിട്ട് കാര്യമില്ലെന്ന് ജോർജിനറിയാം. തന്നെയല്ല 10-35 കൊല്ലം നിയമസഭ കയറിയിറങ്ങിയതല്ലാതെ ഡൽഹിയിലൊന്നു പോയി പാർലമെന്റ് മന്ദിരത്തിന്റെ പടി കയറാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. ചുമ്മാ കർത്താവിനെ കുറ്റം പറയുന്നത് എന്തിനാ? പൂഞ്ഞാർ വിട്ട് ജോർജിന് ഒരു കളിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാണിക്ക് പാലാമണ്ഡലം എന്തായിരുന്നു അതുപോലെയായിരുന്നു ജോർജിന് പൂഞ്ഞാറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും വരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്ന് ജോർജിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടല്ലോ. ജോർജും പുത്രൻ ഷോണും കൂടി നേരെ ചെന്ന് മോദിജിയോട് പറഞ്ഞു, ഞങ്ങളെ കൂടെ അങ്ങ് എടുത്തേരുന്ന്. ഞങ്ങളെപ്പോലെ വേറൊരു മുതലുകളെ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് മഷിയിട്ട് നോക്കിയാൽ കേരളത്തിൽ കിട്ടില്ലെന്ന്. അന്നു മുതൽ തുടങ്ങിയതാണ് ജോർജിന്റെ മോദി സ്തുതികൾ. അപ്പോൾ പത്തനംതിട്ടയാണല്ലേ നോട്ടം എന്നൊന്നും ചോദിക്കരുത്. BJP പറഞ്ഞാൽ ഇടം വലം നോക്കാതെ മത്സരിക്കും. മത്സരിച്ചാൽ ജയിക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പൂഞ്ഞാർ കേശവൻ തട്ടിവിട്ടത് മിനിമം 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. പിന്നെ അല്ല. കാസർഗോഡും തൃശ്ശൂരും പാലക്കാടും ആറ്റിങ്ങലും ഒക്കെ BJP-ക്ക് നല്ല കൂറുള്ള മണ്ണാണ്. അതൊക്കെ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മോദിജി 5 സീറ്റ് പിടിക്കുമെന്നാണ് അച്ചാന്റെ പ്രഡിക്ഷൻ. അതിനെല്ലാം സാധ്യത ഇല്ലാതില്ല. പക്ഷേ പൂഞ്ഞാർജി ജയിക്കുമോ എന്നതാണ് ഇവിടുത്തെ വിഷയം. പക്ഷേ പറയുന്നത് ജോർജിന്റെ വാഗുണ്ടായതുകൊണ്ട് നയാ പൈസയുടെ വില ഒരു പട്ടിക്കുഞ്ഞു പോലും കൊടുക്കുന്നില്ല എന്ന് മാത്രം. ആൾ കലർപ്പില്ലാത്ത ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പണ്ടേ ഹൈന്ദവ പക്ഷത്തേക്കാണ് ഒരു നോട്ടം. പോരെങ്കിൽ വാ തുറന്നാൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ചീത്ത വിളിക്കും. ബിഷപ്പ് പീഡിപ്പിച്ച കന്യാസ്ത്രീക്കിട്ട് ജോർജ് കുത്തിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പീഡനങ്ങളുടെ കാര്യത്തിൽ മോദിജി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ എന്ന്, തൃശൂർ രൂപതയുടെ മുഖപത്രം എഴുതിയല്ലോ എന്ന് ഒരു വിവരദോഷി ചോദിച്ചപ്പോൾ മുഖപത്രത്തിൽ വരുന്നതെല്ലാം സഭയുടെ ഔദ്യോഗിക അഭിപ്രായമായി കരുതേണ്ടെന്ന് ബിഷപ്പ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നതായിരുന്നു പൂഞ്ഞാർ കേശവന്റെ ആൻസർ. അല്ലെങ്കിൽ തന്നെ മണിപ്പൂരിലെ അക്രമങ്ങൾ ഇപ്പോഴെങ്ങാനും തുടങ്ങിയതാണോ? അതിന് നെഹ്റുജി മുതൽ ഇങ്ങോട്ട് സകലരെയും തെറിവിളിക്കാനും പൂഞ്ഞാർജിക്ക് മടിയില്ല. അവിടുത്തെ അക്രമങ്ങൾ സമാധാനപരമായി എങ്ങനെ പരിഹരിക്കാമെന്ന് നിശബ്ദനായിരുന്ന മോദിജി ആലോചിക്കുമ്പോഴാണ് ചരിത്രമറിയാത്ത ഒരുത്തന്മാരുടെ ജാതി സൂക്കേട്. അപ്പോ പത്തനംതിട്ട ഇത്തവണ ഉറപ്പിക്കാമോ പൂഞ്ഞാർജി? പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും ശബരിമല ഭക്തന്മാരെ പോലെ അവിടുത്തെ ക്രിസ്ത്യാനികളെ നമ്പാൻ കൊള്ളാമോ? അതിന് പൂഞ്ഞാർ കേശവന്റെ മറുപടി പത്തനംതിട്ടയിലെ ക്രിസ്ത്യാനികൾക്കെല്ലാം ഇപ്പോൾ നല്ല വിവരം വെച്ചെന്നാണ്. ഇതൊക്കെ എന്ത്? വേറൊരു വലിയ പടി ജോർജ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത് കേൾക്കണോ? പത്തനംതിട്ടയിലെ വികസന പ്രവർത്തനത്തിന് 1000 കോടി മോദിജിയോട് ചോദിച്ചെന്നിരിക്കട്ടെ, ഇത് കയ്യിലിരിക്കട്ടെ ജോർജ് എന്ന് പറഞ്ഞ് മോദിജി 1001 കോടി തൻ്റെ കയ്യിലോട്ട് വെച്ച് തരും പോലും. തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞതല്ലേ ഉള്ളൂ. പത്തനംതിട്ട ജോർജ് എപ്പോഴേ എടുത്തു കഴിഞ്ഞു. ജോർജ് അങ്ങനെയാണ്. ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അതിൽ കേമൻ ആരാണോ അതായിരിക്കും അപ്പൻ. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നപ്പോൾ മാണി സാറായിരുന്നു അപ്പൻ. ജോസഫിന്റെ കൂടെയാണെങ്കിൽ ജോസഫാണ് അപ്പൻ. പിണറായി അവരെ അങ്ങനെ വിളിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ആ അപ്പനൊരു കാട്ടുകള്ളനാണെന്ന്. പക്ഷേ മോദിജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്പോഴാണ് പൂഞ്ഞാർ കേശവൻ ഒറിജിനൽ കക്ഷിയെ കണ്ടത്.
ആ പുണ്യാളന്റെ പേരിൽ പത്തനംതിട്ടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പള്ളി പണിഞ്ഞ് ജോർജ് മാറും. ശരീരവശാലും ആ കുടവയറും ചെവിയിൽ പൂടയും ഒക്കെ കണ്ടാൽ പൂഞ്ഞാർ കേശവന് ഒരു ഹൈന്ദവ ലുക്കില്ലേ എന്നൊന്ന് സൂക്ഷിച്ചു നോക്കി. കയ്യിൽ തോക്കുള്ള നേതാവായതുകൊണ്ട് വെടിക്കല ഉറപ്പായും കാണും. വേണമെങ്കിൽ ജോർജ് നമ്പൂരി എന്ന് വിളിച്ചാലും പൂഞ്ഞാർജി ഒരാക്ഷേപവും പറയില്ല. പുത്രൻ ഷോൺ ജോർജ് ആണെങ്കിൽ കെട്ടിയിരിക്കുന്നത് നമ്മുടെ നടൻ ജഗതിച്ചേട്ടൻ്റെ മോൾ പാർവതിയെയാണ്. പക്ഷേ പാർവതിയെ മാമോദിസ മുക്കി അന്നമ്മയാക്കി. ആരോടും പറയേണ്ട കേട്ടോ, ആരും അറിഞ്ഞിട്ടില്ല. അതെന്താ പൂഞ്ഞാർജി ഈ പണി കാട്ടിയത്? നിങ്ങൾ ഇടേണ്ട പേര് ഇങ്ങനെയൊക്കെയാണ്: പാർവതി ജോർജ്, കൈലാസ് ജോഷുവ, രാമൻ മത്തായി, ശകുന്തള സ്തെപ്പാനോസ്. എന്താ കുഴപ്പം? ഇട്ടിട്ട് ക്രിസംഗി എന്നൊരു ഉപഭാഗം കൂടി നമുക്ക് ഉണ്ടാക്കണം. പൂഞ്ഞാർ കേശവനെയോ മകനെയോ ആ കമ്മീഷന്റെ അധ്യക്ഷനുമാക്കണം. മാണി സാറും ഓസി സാറും ഒക്കെ നാട് നീങ്ങിയതിൽ പിന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നല്ലൊരു ക്രിസ്ത്യാനിത്തല പോലും എടുക്കാനില്ലെന്ന് നസ്രാണികൾക്ക് സങ്കടം വേണ്ട. അപ്പോൾ പിന്നെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ചൊവ്വുള്ള നേതാക്കൾ വേറെ ഉണ്ടല്ലോ എന്ന് വിവരക്കേട് പറയരുത്. കുഴൽനാടൻ വിചാരിച്ചിട്ട് ഇതുവരെ ഒന്ന് പക്ഷം മാറാൻ പറ്റിയോ? നിസാരം ഒരു പട്ടയഭൂമി കേസിന്റെ പേരിൽ പിണറായി കള്ളൻ കുഴൽനാടനെ ഇട്ട് വട്ടം കറക്കുന്നത് കണ്ടില്ലേ? വിവരമുള്ള ക്രിസ്ത്യാനിയായിരുന്നുവെങ്കിൽ അപ്പോഴേ പോയി സഖാവിനെ കണ്ട് കാര്യം പറഞ്ഞ് ഒരു അന്തർധാര ഉണ്ടാക്കില്ലായിരുന്നു. ഏത്? അതൊക്കെ പൂഞ്ഞാർ കേശവനെ കണ്ടുപിടിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.